നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഈ കഴിഞ്ഞ ആഴ്ച എന്നെ ഒരു സിനിമാക്കാരൻ വിളിച്ച് വർത്തമാനം പറയുന്നതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഇന്ന് നമ്മുടെ ജോഷി സാറിൻ്റെ ജന്മദിനമാണ്, ജൂലൈ 18. ദിനേശ് വിളിച്ചെന്ന് ആശംസ പറയും. ഞാൻ പറയില്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയല്ലേ. ഷഷ്ഠപൂർത്തി പോലും പരസ്യമായി ആഘോഷിക്കാത്ത അദ്ദേഹത്തെ വിളിച്ച് സാറിന് പിറന്നാൾ ആശംസകൾ എന്ന് ഞാൻ പറയില്ല. മാത്രമല്ല, ഞാൻ എൻ്റെയോ എൻ്റെ മകൻ്റെയോ ഭാര്യയുടെയോ ഒരാളുടെയും ജന്മദിനം ആഘോഷിക്കുന്ന ആളല്ല. മിക്കവാറും എൻ്റെ ജന്മദിനം ഞാൻ അറിയാറ് പോലും ഇല്ലായിരുന്നു. എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ വർത്തമാനത്തിനിടെ അമ്മ പറയണം, മെനങ്ങാന്നായിരുന്നു നിൻ്റെ ജന്മനാൾ. അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഞങ്ങൾ ജന്മനാളൊന്നും ആഘോഷിക്കുക, വിവാഹ ദിവസം ആഘോഷിക്കുക, മകൻ പിറന്ന ദിവസം ആഘോഷിക്കുക, അതൊന്നും എൻ്റെ ജീവിതത്തിലില്ല. 74 വയസ്സ് പിന്നിടുകയാണ് ജോഷി സാറിന്. വരുന്ന സെപ്റ്റംബറിൽ നമ്മുടെ മമ്മൂക്കയ്ക്ക് 75 വയസ്സ് തികയും, സെപ്റ്റംബർ 7-ാം തീയതി. അപ്പോൾ ഇവർ വലിയ കുറച്ച് മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഷോമാൻ ജോഷി സാർ തന്നെയാണ് ഇപ്പോഴും. ടൈഗർ സലീമും മൂർഖനും ന്യൂഡൽഹിയും ഒക്കെ എടുത്ത യുവത്വത്തിൽ തന്നെയാണ് സാർ ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നത്. പുതിയ ടെക്നോളജികൾ പോലും നന്നായി ഉപയോഗിക്കാൻ അദ്ദേഹം കാട്ടുന്ന ആർജവം തന്നെ ആയിരിക്കണം ഇപ്പോഴും വലിയ ഷോമാനായി അദ്ദേഹം നിലനിൽക്കുന്നത്. ഞാൻ ഒരു പുതിയ ട്രെയിലർ കണ്ടു. നമ്മുടെ നടൻ ജോജു ജോർജ് നിർമ്മിച്ച് അയാൾ തന്നെ നായകനാകുന്ന സിനിമയുടെ ട്രെയിലറാണ്. അനൂപ് മേനോനാണ് അതിൻ്റെ തിരക്കഥ എഴുതുന്നത്. ജോഷി സാർ ഡയറക്റ്റ് ചെയ്യുന്ന പുതിയ പടത്തിൻ്റെതാണ്. കണ്ടു നോക്കൂ. ഞാൻ പറഞ്ഞത് ശരിക്കും ശരിവയ്ക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഷോമാൻ ജോഷി സാർ തന്നെയാണ് എന്ന് ആ ട്രെയിലർ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും. സാറിൻ്റെ ഞാൻ വിളിച്ചു പറയാത്ത ജന്മദിന ആശംസകളും നേരുന്നു സാറിന്. നമസ്കാരം. 72ാമത് കേന്ദ്ര ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. നമ്മുടെ വർഷമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2026 2026 ആണെങ്കിലും കേന്ദ്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത് 2024 എന്ന് പ്രത്യേകം ഓർക്കണം. കൺഫ്യൂഷൻ വരരുത്. 2 വർഷം പുറകിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കലാരംഗത്തെ സിനിമയെ രാജ്യം ഭരിക്കുന്നവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ ഒരു സൂചനയായി കൂടി ഇതിനെ നോക്കിക്കണ്ടാൽ തെറ്റ് പറയാൻ പറ്റില്ല. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി മികച്ച നടൻ്റെ 4ാമത്തെ പുരസ്കാരം തൻ്റെ 75ാം വയസ്സിൽ നേടിയെടുത്തു എന്നതാണ് 72ാമത് ഫിലിം അവാർഡിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ബ്രഹ്മയുഗം ആക്ടർ മമ്മൂട്ടി. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്നേഹത്തോടെ വിളിക്കുന്ന അമിതാഭ് ബച്ചനാണ് ഇതുവരെ 4 ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഏക ഇന്ത്യൻ നായകൻ. ആ ഗണത്തിലേക്ക് പ്രമേയുഗത്തിലെ കൊടുമൺ പോറ്റിയും ചാത്തനായും പ്രമിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മമ്മൂക്കയും നടന്ന് കയറിയിരിക്കുന്നു. രണ്ടുപേരും 4 സിനിമകൾ വീതം ചെയ്തു, 4 അവാർഡുകൾ വീതം വാങ്ങി. 5 തവണ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷബിന ആസ്മിയാണ് അമിതാഭ് ബച്ചനും മമ്മൂക്കയ്ക്ക് മുന്നിൽ എന്ന് മാത്രമല്ല, തുടർച്ചയായി 3 വർഷം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ ഇന്ത്യൻ സിനിമയിലുള്ളൂ, അത് ഷബിന ആസ്മിയാണ്. 1982, 83, 84 3 വർഷം അവർ തുടർച്ചയായി മികച്ച നടിയായി. അർത്ഥ്, ഖാണ്ടർ, പാർ ഈ ചിത്രങ്ങളിലൂടെയാണ് തുടർച്ചയായി 3 വർഷം മികച്ച നടിക്കുള്ള അവാർഡ് വാങ്ങിയത്. 1974 ആങ്കൂർ എന്ന ചിത്രത്തിലൂടെയാണ് അവർ
ഉർവശി അവാർഡ് ആദ്യമായിട്ട് നേടിയത്. 1998 ദേവ് മാതാവ് എന്ന ചിത്രത്തിലൂടെ 5ാമതും ദേശീയ അവാർഡ് അവർ നേടിയെടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട ശാരദാമ്മയ്ക്ക് 3 പ്രാവശ്യം ദേശീയ നടിയാകാൻ കഴിഞ്ഞു. കങ്കണ റൗട്ട് പിന്നീട് 3 തവണ നല്ല നടിയായി. ഇത്തവണ മമ്മൂക്ക കാർത്തിക് ആര്യനോടൊപ്പം നല്ല നടൻ്റെ അവാർഡ് പങ്കിടുകയായിരുന്നു. മലയാള നടന്മാർ തന്നെ അവാർഡ് പങ്കിട്ട അനുഭവം 1997 നമ്മുടെ ബാലചന്ദ്ര മേനോൻ സമാന്തരങ്ങളിലൂടെയും സുരേഷ് ഗോപി കളിയാട്ടത്തിലൂടെയും മികച്ച നടൻ്റെ ദേശീയ അവാർഡ് പങ്കിട്ടു. സംസ്ഥാന അവാർഡ് ആ വർഷം സുരേഷ് ഗോപിക്കായിരുന്നു. ദേശീയ അവാർഡിൽ മികച്ച നടനായി മമ്മൂട്ടിയെ തിരഞ്ഞെടുത്ത 1989 അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം മോഹൻലാലിന് ലഭിച്ച വർഷം കൂടിയായിരുന്നു. KG ജോർജും ശ്രീകുമാരൻ തമ്പി സാറും ഈ കമ്മിറ്റിയിലെ 1989 കമ്മിറ്റിയിലെ മെമ്പർമാരായിരുന്നു. 1953 റിലീസായ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും ചിത്രങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര ഗവൺമെൻറ് അവാർഡുകൾ നിശ്ചയിച്ച് നൽകാൻ തീരുമാനിച്ചു. അവാർഡ് നിർണ്ണയിക്കാനുള്ള ഒരു സമിതിയെ ഗവൺമെൻറ് നിശ്ചയിച്ചു. അവർ സിനിമകളെല്ലാം കണ്ട് ആർക്കൊക്കെ ഏതൊക്കെ സിനിമകൾക്കൊക്കെ എന്ന് നിശ്ചയിച്ചു. 1954 ഒക്ടോബർ 10 ആദ്യത്തെ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച നടന് ഭാരത് അവാർഡും മികച്ച നടിക്ക് ഉർവശി അവാർഡും നൽകാൻ തീരുമാനിച്ചു കേന്ദ്ര ഗവൺമെൻറ്. ഉർവശി എന്ന് പറയുമ്പോൾ നൃത്തകലയിൽ പ്രവീണയായ ഒരു കഥാപാത്രമാണല്ലോ. ഭരതൻ നടനകലയുടെ ആചാര്യനായ ഭരതമുനിയും. 7 വർഷങ്ങൾക്ക് ശേഷം 1975 ഭരത് അവാർഡ് എന്ന നടനുള്ള പുരസ്കാരവും ഉർവശി അവാർഡ് എന്ന നടിക്കുള്ള പുരസ്കാരവും കേന്ദ്ര ഗവൺമെൻറ് നിർത്തലാക്കി. ഇത് അറിയാവുന്ന പത്രക്കാരും ചാനലുകാരും സിനിമാക്കാരുമൊക്കെ ഇപ്പോഴും ഭരത്തും ഉർവശി ചുമന്നുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ അതിന് ശേഷം 1975 ശേഷം അവാർഡ് വാങ്ങിയവരൊക്കെ ഞാൻ ഭരത്താണ്, ഞാൻ ഉർവശിയാണെന്നും പേരിനൊപ്പം ചേർത്ത് നടക്കുന്നു. അത് തെറ്റാണ്. 1975 ഭരത്തും ഉർവശിയും കേന്ദ്ര ഗവൺമെൻറ് മരവിപ്പിച്ചു. മികച്ച നടനും നടിക്കുമുള്ള രജത കമൽ അവാർഡാണ് പിന്നീട് നൽകി വരുന്നത്. ഈ കേന്ദ്ര അവാർഡിൻ്റെ ചുവട് പിടിച്ച് നമ്മുടെ സംസ്ഥാനം 1969 മുതൽ സ്റ്റേറ്റ് അവാർഡ് സിനിമകൾക്ക് നൽകി തുടങ്ങി. മറാഠി ചിത്രമായ ശ്യാമജി ആയി മികച്ച ചലച്ചിത്രത്തിനുള്ള പ്രസിഡൻറ്റിൻ്റെ ആദ്യ ഗോൾഡ് മെഡൽ നേടി. 1ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദായിരുന്നു. തുടക്കത്തിൽ ഫീച്ചർ ഫിലിമുകൾക്കും ഡോക്യുമെൻ്ററികൾക്കും കുട്ടികളുടെ ചിത്രങ്ങൾക്കും ഇങ്ങനെ 3 കാറ്റഗറിയിലായിരുന്നു അവാർഡുകൾ നൽകിയിരുന്നത്. ഓരോ വിഭാഗത്തിനും സ്വർണ്ണ മെഡൽ, മെറിറ്റ് സർട്ടിഫിക്കറ്റ് നൽകി. മംഗൾദാസ് പക്വാസ ചെയർപേഴ്സണും കമലാദേവി ചതോപാധ്യായ, കാളിദാദ് നാഗ്, രാംധരി സിംഗ് ദിൻകർ, BD മർച്ചൻഡിനി, CV ദേശായി, SA അയ്യർ എന്നിവരായിരുന്നു ആദ്യ ജൂറിയിലെ അംഗങ്ങൾ. 2024 72ാമത് ചലച്ചിത്ര അവാർഡുകളാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ജൂറി ചെയർമാനായ സംവിധായകൻ ജയരാജ് പ്രഖ്യാപിച്ചത്. ആദ്യ വർഷത്തെ അവാർഡ് നിർണയത്തിൽ തന്നെ മലയാള സിനിമ ഇന്ത്യയിലെ മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള വെള്ളി മെഡലും മെറിറ്റ് സർട്ടിഫിക്കറ്റും നീലക്കുയിൽ എന്ന ചിത്രത്തിലൂടെ നേടിയെടുത്തു. 1965 ചെമ്മീനിലൂടെ ഇന്ത്യയിലെ മികച്ച ചിത്രത്തിനുള്ള സ്വർണ്ണ മെഡൽ ചെമ്മീനിലൂടെ നമ്മൾ നേടിയെടുത്തു. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടുന്നത് ചെമ്മീനാണ്. പിറ്റേ വർഷം മികച്ച സാമൂഹിക പ്രസക്തിക്കുള്ള ചലച്ചിത്രത്തിന് കൊടുക്കുന്ന പുരസ്കാരം B ഭാസ്കരൻ മാഷിൻ്റെ ഇരുട്ടിൻ്റെ ആത്മാവ് നേടി. ഇന്ത്യയിലെ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം 1967 അഗ്നിപുത്രയിലൂടെ SL പുരം സദാനന്ദൻ നേടിയെടുത്തു. 1968 മികച്ച 2ാമത്തെ ചിത്രമായി
എ വിൻസെൻറ്റിൻ്റെ തുലാഭാരം അവാർഡ് നേടി. തുലാഭാരത്തിലെ അഭിനയത്തിലൂടെ ശാരദ മികച്ച ഇന്ത്യൻ നടി, അതായത് ഉർവശി പുരസ്കാരം, ഉർവശി ശാരദയായി മാറി ശാരദാമ്മ. മികച്ച ദേശീയ ഉദ്ഗ്രഥന പുരസ്കാരം ജോൺ ശങ്കരമംഗലത്തിൻ്റെ ജന്മഭൂമി ആദ്യമായി നേടിയെടുത്തു. 1970 വി ഭാസ്കറിൻ്റെ തുറക്കാത്ത വാതിലും 1972 അച്ഛനും ബാപ്പയും മികച്ച ദേശീയ ഉദ്ഗ്രഥന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ മികച്ച സംവിധായകൻ്റെ അവാർഡ് ആദ്യ ചിത്രമായ സ്വയംവരത്തിലൂടെ അടൂർ നേടിയെടുത്തു. ശാരദ വീണ്ടും സ്വയംവരത്തിലൂടെ ഉർവശി പട്ടം 1972 നേടി. മൂന്നാമത് ശാരദ മികച്ച നടിയായത് തെലുങ്കിലെ നിമഞ്ജന എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ആദ്യമായി ഒരു മലയാള ഛായാഗ്രാഹകൻ അല്ലെങ്കിൽ ഒരു മലയാളിയായ ഛായാഗ്രാഹകൻ ദേശീയ അവാർഡ് നേടുന്നത് മങ്കട രവിവർമ്മയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സ്വയംവരത്തിലൂടെ. ഇതേ വർഷം ഇന്ത്യയിലെ മികച്ച പിന്നണി ഗായകനായി അച്ഛനും ബാപ്പയിലെ വയലാർ എഴുതി ദേവരാജൻ മാഷ് സംഗീതം നൽകിയ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു എന്ന പാട്ട് പാടിയതിന് യേശുദാസും ആ പാട്ടിൻ്റെ രചനയ്ക്ക് വയലാർ മികച്ച ഗാനരചയിതാവുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിറ്റേ വർഷം ഗായത്രിയിലൂടെ വീണ്ടും യേശുദാസ് മികച്ച ഗായകനായി. ആദ്യമായി ഒരു മലയാളി നടൻ മികച്ച ഇന്ത്യൻ നടനാകുന്നത് അല്ലെങ്കിൽ ഭാരത് അവാർഡ് നേടുന്നത് PJ ആൻ്റണിയാണ്. MT വാസുദേവൻ നായർ ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യത്തിലെ വെളിച്ചപ്പാടിലൂടെ അദ്ദേഹം ഭാരത് അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ആ വർഷത്തെ മികച്ച ചിത്രമായി നിർമാല്യം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഭരത് ഗോപി മുതൽ 2024 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മമ്മൂട്ടി വരെ 10 മലയാളികൾ ഇന്ത്യയിലെ മികച്ച നടന്മാരായി. 1975 കേന്ദ്രം ഭരത് ഉർവശി അവാർഡുകൾ നിർത്തലാക്കിയ ശേഷമാണ് 1977 കൊടിയേറ്റത്തിലൂടെ ഗോപി മികച്ച നടനാകുന്നത്. അദ്ദേഹം തൻ്റെ യഥാർത്ഥ പേരായ ഗോപിനാഥൻ നായർ എന്ന പേരിനെ ഭരത് ഗോപി എന്ന് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് മാറ്റി. അങ്ങനെയാണ് ഗോപിച്ചേട്ടൻ ഭരത് ഗോപിയായി മാറിയത്. പക്ഷേ ഭരത് ഗോപി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഭരത് അവാർഡ് വാങ്ങിച്ചുകൊണ്ടാണ്. നല്ല മികച്ച നടൻ്റെ അവാർഡാണ് അദ്ദേഹം വാങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഭരത് ഗോപി എന്ന് മാറ്റി. അങ്ങനെ അദ്ദേഹം മരിക്കുന്നതുവരെയും ഭരത് ഗോപി ആയിരുന്നു. 1980 ഓപ്പോളിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എഴുന്നള്ളത്ത് എന്ന പാട്ടുപാടി എസ് ജാനകി മലയാളത്തിൽ നിന്നും പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി നേടി. ആദ്യമായൊരു മലയാള താരം ദേശീയ പുരസ്കാരം നേടുന്നത് മാസ്റ്റർ വിമലാണ്. MTയുടെ സ്ക്രിപ്റ്റിൽ IV ശശി സംവിധാനം ചെയ്ത ആരൂഢം എന്ന ചിത്രത്തിലൂടെയാണ് മാസ്റ്റർ വിമൽ ആദ്യമായി മലയാളത്തിലൊരു ബാലതാരത്തിന് ദേശീയ അവാർഡ് കൊണ്ടുവരുന്നത്. 1982 അതുവരെ സിനിമാ പുസ്തകങ്ങൾക്കൊന്നും അവാർഡില്ലായിരുന്നു. ആദ്യമായി കേന്ദ്ര ഗവൺമെൻറ് സിനിമാ സംബന്ധിയായ പുസ്തകങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദേശീയ അവാർഡിന് തുടക്കമിട്ടപ്പോൾ ആദ്യ പുരസ്കാരം നേടിയത് നമ്മുടെ വിജയ് കൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സമീക്ഷയായിരുന്നു പുസ്തകം. 1984 ഒരു ചിത്രത്തിൽ അഭിനയിച്ച 4 കുട്ടികൾ മികച്ച താരങ്ങളുടെ ദേശീയ അവാർഡ് നേടി. മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ മലയാളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമയാണല്ലോ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അതിലഭിനയിച്ച മാസ്റ്റർ അരവിന്ദ്, മാസ്റ്റർ സുരേഷ്, മാസ്റ്റർ മുകേഷ്, ബേബി സോണിയ 4 പേർക്കും ഇന്ത്യയിലെ മികച്ച കുട്ടികളുടെ പ്രകടനത്തിനുള്ള അവാർഡ് കിട്ടി. 2024 മലയാള സിനിമ 4 പുരസ്കാരങ്ങളെ നേടിയുള്ളൂവെങ്കിലും മമ്മൂട്ടി 4ാമതും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ജൂറി ചെയർമാൻ ജയരാജനെ നമ്മൾ അഭിനന്ദിക്കണം എന്ന് ഞാൻ പറയും. വക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം, ദേശീയ പുരസ്കാരം ആദ്യമായി ലഭിച്ചതും നമുക്ക് സന്തോഷത്തിന് വക നൽകുന്നതാണ്.
ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലൂടെ ഒരു നവാഗതൻ്റെ സിനിമ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഭയങ്കര കയ്യടിയും 5 അവാർഡുകളൊക്കെ വാങ്ങിയ സിനിമയാണ്. സംസ്ഥാന അവാർഡ് നേടി. ആ ചിത്രമാണ് ഈ വർഷത്തെ മലയാളത്തിലെ പ്രാദേശിക ചിത്രത്തിലുള്ള അവാർഡ് നേടിയെടുത്തത്. ഇവിടുന്ന് ദേശീയ ജൂറിയിൽ പോകുന്ന ചിലരുണ്ട്. പ്രത്യേകിച്ച് ഒന്നിലധികം തവണ പോയിട്ടുള്ള ഒരു 3 പേർ, ഞാൻ കുറിയിട്ട് വെച്ചിട്ടുണ്ട് ആ 3 പേരെ. അവർ പെട്ടിയുമെടുത്ത് എയർപോർട്ടിലേക്ക് പോകുമ്പോഴേ നമുക്ക് ഉറപ്പിക്കാം ഇത്തവണ മലയാള സിനിമയ്ക്ക് ഒരു ചുക്കും ലഭിക്കില്ല എന്ന്. കാരണം എങ്ങനെ മലയാള സിനിമയെ തഴയാമെന്ന് റിസർച്ച് ചെയ്യുന്ന 3 പേരായിരുന്നു. ഒരു മാനസിക രോഗികളെന്നാണ് ഞാൻ പറയാറ്. മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള അവാർഡ് ഒരു നിവൃത്തിയുമില്ലാതെ മലയാളത്തിന് കൊടുത്തല്ലേ പറ്റൂ. എല്ലാ പ്രാദേശിക ഭാഷയിലും ഓരോ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് വൈഷമ്യത്തോടെയാണ് ഈ പോകുന്ന 3 മോന്മാരും നൽകാറ്. ഞാൻ പോകുന്നത് മലയാള സിനിമകൾക്ക് അവാർഡുകൾ വാങ്ങിക്കൊടുക്കാനല്ല എന്ന് ബീമ്പ് പറയുന്ന മഹാത്മാക്കളാണ് ഇവർ. അവരെ സമ്മതിക്കണം. എന്നാൽ ഇവരുടെ പടം വരുമ്പോൾ ജൂറിയിലെ മലയാളികളെ വിളിച്ച് ഒന്ന് നോക്കിക്കൊള്ളണം എന്ന് പറയാൻ യവന്മാർക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ്. കാലം മാറുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം മാറിയ പോലെ അവാർഡുകളുടെ മാനദണ്ഡവും മാറുകയാണ്. 1973 മികച്ച ചലച്ചിത്രം MT തിരക്കഥ എഴുതി ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യമായിരുന്നു. മികച്ച നടനായി ആദ്യമായി PJ ആൻ്റണിയും തിരഞ്ഞെടുത്തു. ഗായത്രിയായിരുന്നു മികച്ച പ്രാദേശിക ചിത്രമായത് ആ വർഷം. കേരളത്തിൽ 1973 മികച്ച ചിത്രം നിർമാല്യവും മികച്ച രണ്ടാമത്തെ ചിത്രം ഗായത്രിയുമായിരുന്നു. മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച സഹനടി, മികച്ച തിരക്കഥ, മികച്ച ചിത്ര സംയോജകൻ, മികച്ച സംഗീത സംവിധായകൻ, കേരളത്തിൽ നിർമ്മിച്ച ഏറ്റവും മികച്ച ഫീച്ചർ ചലച്ചിത്രം എന്നിവയ്ക്കും ആ വർഷത്തെ അവാർഡ്, സംസ്ഥാന അവാർഡ് നിർമാല്യം നേടുകയുണ്ടായി. രാഷ്ട്രീയം പറയുകയല്ല. ഇന്നാണ് MT നിർമാല്യം ചെയ്തിരുന്നതെങ്കിൽ സെൻസർ ചെയ്ത് തരില്ല എന്നത് വേറൊരു കാര്യം. നാഷണൽ അവാർഡിൽ ഒരു കുഞ്ഞ് അവാർഡ് പോലും നിർമാല്യം നേടില്ല എന്നുള്ളതും ഉറപ്പാണ്. ചുമ്മാ പറയുകയല്ല. പ്രമേയുഗത്തിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം ഒരു തങ്ങളായിരുന്നുവെങ്കിൽ അവാർഡ് ലഭിക്കില്ല എന്നത് 3.5 തരമാണ്. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. നജിങ്കോയ എന്ന എറണാകുളത്തുള്ള ഒരു യുവ സിനിമാക്കാരൻ, സിനിമ എഴുത്തുകാരനെന്നോ സിനിമ സംവിധായകനെന്നോ എന്തോ പറയാം. അയാൾ കഥകൾ എഴുതുന്ന കാലം തിരുവനന്തപുരത്ത് ഒരു ആവശ്യത്തിന് വന്നപ്പോൾ സംവിധായകൻ ഹരികുമാറിനെ കാണുന്നു. അദ്ദേഹത്തോട് കഥ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നജിങ്കോയ സംവിധായകനോടൊരു കഥ പറയുന്നു. ഒരു ഹാജിയാർക്ക് അടിയന്തരമായി കരൾ മാറ്റിവെക്കണം. കരൾ പകുത്തു നൽകാൻ മക്കളോ ബന്ധുക്കളോ ആരും തയ്യാറല്ല. നല്ല സമ്പാദിച്ചിട്ടുള്ള ആളാണ് ഈ ഹാജിയാർ. ഹാജിയാർ പത്രത്തിൽ കരൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു പരസ്യം നൽകി. പാലക്കാട്ടുള്ള ഒരു അമ്പലത്തിലെ പൂജാരിയായ ഒരു യുവാവ് കരൾ പകുത്തു നൽകാൻ തയ്യാറായി വരുന്നു. തൻ്റെ കിടപ്പാടം ബാങ്കിൽ ജപ്തിയായി നഷ്ടപ്പെടാതിരിക്കാൻ 10 ലക്ഷം രൂപ അടിയന്തരമായി ഈ പൂജാരി ചെറുപ്പക്കാരന് വേണം. 10 ലക്ഷം നൽകാൻ ഹാജിയാർക്ക് സമ്മതം. എല്ലാം റെഡിയായി വരുമ്പോൾ ഹാജിയാരുടെ പള്ളിയിലെ ഒരു തീവ്ര ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ സ്വാഭാവികമായും തലയിട്ടു. ഒരു ബ്രാഹ്മണൻ്റെ കരൾ വാങ്ങി ഹാജിയാർ രക്ഷപ്പെടേണ്ട. അതിനേക്കാൾ നല്ലത് നിങ്ങൾ മയ്യത്താകുന്നതാണ് ദൈവഹിതം എന്നവർ തീർത്തും പറഞ്ഞു. കരൾ മാറ്റിവെക്കൽ മുടങ്ങി. ഹാജിയാർ മയ്യത്തായി. ഇതറിയാതെ ഹാജിയാരെ കാണാൻ ഒരു ബ്രാഹ്മണ പയ്യൻ വന്നു. അപ്പോൾ അവൻ കാണുന്നത് ഹാജിയാരുടെ മയ്യത്ത് സംസ്കരിക്കാനായി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. നിരാശനായി ആ യുവാവ് നിൽക്കുമ്പോൾ ഹാജിയാരുടെ മകൻ വന്ന് ബാപ്പ നിങ്ങൾക്ക് തരാൻ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ഒരു കവർ അവൻ്റെ കൈ കൊടുത്തിട്ട് പോയി. പൂജാരിയായ യുവാവ് കവർ തുറന്ന് നോക്കുമ്പോൾ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്ന 10 ലക്ഷത്തിൻ്റെ ചെക്കാണ് ഹാജിയാർ ആ കവറിനകത്ത് വച്ചിരിക്കുന്നത്. പിന്നെ ഒരു കുറിപ്പും. അവൻ്റെ കാഴ്ചപ്പാടിൽ മയ്യത്ത് യാത്ര അകന്നകന്ന് പോകുന്ന കാഴ്ചയിലാണ് സിനിമ തീരുന്നത്. മനോഹരമായ എൻഡാണ്. നജിങ്കോയുടെ കഥയ്ക്ക് പ്രശസ്ത
കഥാകൃത്തും തിരക്കഥാകൃത്തുമായ സന്തോഷ് ഇച്ചിക്കാനം തിരക്കഥ എഴുതിയ സിനിമയാണ് കാറ്റും മഴയും. ലാലാണ് ഹാജിയാരായത്. ഉണ്ണി മുകുന്ദൻ പൂജാരി ബ്രാഹ്മണനായ പയ്യനായി. നല്ല വൃത്തിയുള്ള പടമാണ് കാറ്റും മഴയും. ഈ സിനിമയുടെ ക്രെഡിറ്റ് അടിച്ചുമാറ്റി എൻ്റെ ഗുരുനാഥൻ മികച്ച സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കഥാകൃത്തിൻ്റെ അവാർഡ് നേടി. അതോടെയാണല്ലോ ഞാൻ ഗുരുനാഥനൊരു പിണങ്ങിയത്. വർഷം പലത് കഴിഞ്ഞിട്ടും 2015 അവാർഡിന് ഈ സിനിമ മത്സരിച്ചത്. കഥാകൃത്തിൻ്റെ അവാർഡ് തട്ടിയെടുത്തത്. അവിടെ മുതൽ നമുക്ക് കൂട്ടിയാലും 11 വർഷമാകുന്നു കാറ്റും മഴയും പൂർത്തിയാക്കിയിട്ട്. തിരുവനന്തപുരത്തുകാരൻ, എൻ്റെ പരിചയക്കാരനായ എൻ്റെ ഒരു അനുജനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന അരുണാണ് നിർമ്മാതാവ്. ഞാൻ അവനെ വിളിക്കുന്ന വേദനിക്കുന്ന കോടീശ്വരൻ എന്നാണ്. സിനിമയിൽ കൊണ്ടുവന്ന് ഒരുപാട് പൈസ കളഞ്ഞു. ഡോൾഫിൻ ബാറൊക്കെ അവനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അയാളുടെ ലക്ഷങ്ങൾ കഴിഞ്ഞ 10-11 വർഷമായി പെട്ടിയിൽ ഉറങ്ങുകയാണ്. റിലീസ് ചെയ്യാനും OTTക്ക് വിൽക്കാനുമൊക്കെ അരുൺ പഠിച്ച പണി 18 പയറ്റി. സംവിധായകൻ പല കാരണങ്ങൾ പറഞ്ഞ് ഹാർഡ് ഡിസ്ക് നൽകിയില്ല. അദ്ദേഹം മരിച്ചും പോയി. പറയാൻ വന്നത് ഈ വിഷയമല്ല. കാറ്റും മഴയും കേന്ദ്ര അവാർഡിന് അയച്ചു. ആ വർഷത്തെ ജൂറിയിൽ മേജർ രവി ഉണ്ട്. അക്കാലത്ത് മേജർ രവി BJPയിൽ പരസ്യമായി പ്രവർത്തിച്ച് തുടങ്ങുന്ന കാലമാണ്. ദേശീയ ജൂറി അംഗമായി മേജർ ഞാനുമായി മോശമല്ലാത്ത ഫോൺ ബന്ധമുള്ള കാലം. ഉണ്ണി മുകുന്ദനുമായി മേജർക്കുണ്ടായ ഈർഷ്യം അല്ലെങ്കിൽ ഇഷ്യൂ പരാതിയായി ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലൊക്കെ വരുന്നത് ആ സമയത്താണ്. മേജറുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടെന്ന് പറഞ്ഞ ഗുരുനാഥൻ എന്നെ വിളിച്ചു. കാറ്റും മഴയുമായി അല്ലെങ്കിൽ കാറ്റും മഴയ്ക്കും വേണ്ടി ഒന്ന് സംസാരിക്കണമെന്ന് അദ്ദേഹം എന്നോട് നിർബന്ധിച്ചു. ഞാൻ മേജറെ വിളിച്ചു. വഴിവിട്ട ഒന്നും ചെയ്യണ്ട, നല്ല പടമാണെന്ന് തോന്നിയാൽ, ലാല് നന്നായി ചെയ്ത വേഷമാണ് എന്ന് തോന്നിയാൽ, എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ ഓർക്കണം എന്ന് ഞാൻ മേജറോട് പറഞ്ഞു. എന്നെക്കൊണ്ട് കഴിയുന്നത് നോക്കാമെന്ന് മേജർ എന്നെയും ഓർമ്മിപ്പിച്ചു. അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇങ്ങനൊരു പടം മത്സരിച്ചു എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് ഒരു കുഞ്ഞ് അവാർഡ് പോലും ലഭിച്ചില്ല എന്നീ കാര്യങ്ങൾ ചോദിക്കണം എന്നായി ഗുരുനാഥൻ. ഒന്നിനും നോ പറയാൻ അറിയാത്ത ഞാൻ മേജറെ വിളിച്ചു. ജൂറി ആകുന്ന ഒരാളെയും നമ്മൾ വിളിക്കാൻ പാടില്ല, അവർ ഫോൺ എടുക്കാൻ പാടില്ല എന്നതൊക്കെ ഒരു എത്തിക്സിൻ്റെ ഭാഗമാണ്. ഗുരുനാഥൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ എത്തിക്സൊക്കെ മറന്നു. വിളിച്ചു. മേജർ ഫോൺ എടുത്തു. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു. മിസ്റ്റർ ദിനേശ്, സ്ക്രീനിങ്ങിന് മുമ്പ് നമുക്ക് ഒരു ഗൈഡ് ലൈൻ തന്നിരുന്നു. അതിൽ ഒരു കമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നതൊന്നും പ്രൊമോട്ട് ചെയ്യരുത് എന്ന് ആ ഗൈഡ് ലൈനിലുണ്ട്. ഇപ്പോൾ മേജർ രവി വലിയ നേതാവാണല്ലോ, നിയമസഭയിലൊക്കെ മത്സരിച്ച് നല്ല ഗ്ലാമർ നിൽക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, എന്നെ ദിനേശ് വിളിച്ചിട്ടുമില്ല, ഞാനിങ്ങനെ പറഞ്ഞിട്ടുമില്ല എന്നൊക്കെ മേജർ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ശ്രമങ്ങൾ ഞാൻ നടത്തി ദിനേശ്, പക്ഷേ ഫലം കണ്ടില്ല. ഓക്കെ പറഞ്ഞ് ഞാൻ ഫോൺ വച്ചു. കാറ്റും മഴയും ഒരു മോശം പടമല്ല, പക്ഷേ എന്തുകൊണ്ടോ തഴയപ്പെട്ടു പോയി എല്ലായിടത്തും. മരിച്ചുപോയ സംവിധായകൻ മോഹൻ, ജൂറി ചെയർമാനായ ജോർജ് കിത്തു, MA വേണു, ശരത്ത്, സുലക്ഷണ, BR പ്രസാദ്, വേണുഗോപാൽ, ഡോക്ടർ സോമൻ, പ്രേംചന്ദ്, CR രാജ്മോഹൻ എന്നിവരുള്ള ഒരു കമ്മിറ്റിയാണ് 2015 സംസ്ഥാന ജൂറിയിലുണ്ടായിരുന്നത്. ദുൽഖറും പാർവതി തെരുവോത്തും ഒഴിവു ദിവസത്തെ കളിയും മാർട്ടിൻ പ്രാക്കാട്ടും ഒക്കെ ആയിരുന്നു 2015 വിജയികൾ. ഇതിൽ ഈ ജൂറി, ഞാൻ നേരത്തെ പറഞ്ഞ ജൂറിയിലെ ഒരാളെ പിടിച്ച് മികച്ച കഥാകൃത്തിൻ്റെ അവാർഡ് എൻ്റെ ഗുരുനാഥൻ വാങ്ങിയെടുത്തു. നച്ചിങ്കോയ്ക്ക് കിട്ടേണ്ടതാണ്, പക്ഷേ ഒരാളിനെ പിടിച്ച് പുള്ളി വാങ്ങിയെടുത്തു. ഇവിടെ രസകരമായ ഒരു കാര്യം കൂടി പറയാം. ഈ പറഞ്ഞ ജൂറിയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പേരുകാരുണ്ടല്ലോ, ആ ജൂറിയിൽ അംഗമായ ഒരാൾ മോശമല്ലാതെ വെള്ളമടിക്കുന്ന ഒരാളാണ്.
എന്ത് കിട്ടിയാലും വലിച്ചു കയറ്റുന്ന ഒരാളാണ്. ഒരു നാൾ ഇദ്ദേഹം എന്നെ വിളിച്ചു. നേരം വെളുത്ത് വരുന്ന സമയത്താണ് വിളിക്കുന്നത്. ദിനേശേ, എനിക്കൊരു 1000 രൂപ അത്യാവശ്യമായിട്ട് വേണം, തരാനാവുമോ? അന്ന് ഗൂഗിൾ പേ ഒന്നുമില്ല, വന്നിട്ടില്ല അതൊന്നും. അദ്ദേഹം എറണാകുളത്തും ഞാൻ തിരുവനന്തപുരത്തുമാണ്. ബാങ്ക് തുറന്ന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ 1000 രൂപയിട്ട് അത് കക്ഷിയുടെ അക്കൗണ്ടിലെത്തുമ്പോൾ ഒരു 3 ദിവസമെങ്കിലും ചുരുങ്ങിയത് പിടിക്കും. കക്ഷിക്ക് ഇപ്പോൾ വേണം പൈസ. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഈ ബോറൻ. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും അയാൾ എന്നെ വിടുന്നില്ല. കാരണം നേരം വെളുത്തണം വെള്ളം അടിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കുമോ? അഭിമാനം കളഞ്ഞ് വിളിക്കില്ലല്ലോ. എറണാകുളത്തുള്ള ആരോടെങ്കിലും ദിനേശ് ഒന്ന് വിളിച്ച് പറഞ്ഞ് സിനിമാക്കാരുടെ താവളമായ എറണാകുളം നോർത്തിലെ എലൈറ്റ് ഹോട്ടലിലെ കൗണ്ടറിൽ എത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. 1000 രൂപ ആരോടെങ്കിലും പറഞ്ഞ് എത്തിക്കാം എന്ന് ഞാൻ ഏറ്റു. എൻ്റെ ഒരു സുഹൃത്ത് കൊച്ചിയിലുണ്ട്, ലിൻജോസ്. ഞാൻ ലിൻജോസിനെ വിളിച്ചു. അയാൾ ആലുവയ്ക്ക് അപ്പുറത്ത് എവിടെ നിന്നോ ബസ്സിൽ എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാര്യം പറഞ്ഞു. ഒരു മടിയുമില്ലാതെ ലിൻജോസ് പറഞ്ഞു ഞാൻ എത്തിക്കാം എന്ന് അയാളെ ഏറ്റു. ലിൻജോസ് 1000 രൂപ ഒരു കവറിലിട്ട് ഇയാളുടെ പേരെഴുതി എലൈറ്റിൻ്റെ റിസപ്ഷനിൽ ഏൽപ്പിച്ചു. ഞാൻ അപ്പം തന്നെ ഇയാളെ വിളിച്ചു പറഞ്ഞു, ആ പൈസ അവിടെ കൗണ്ടറിൽ കൊടുത്തിട്ടുണ്ട് എലൈറ്റില്ലെന്ന്. ഒരുപാട് സന്തോഷം തിരിച്ചു, ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. 10 മണിക്ക് തന്നെ ആ കാശ് ഈ ബോറൻ സംവിധായകൻ വാങ്ങി എലൈറ്റിൻ്റെ ബാറിൽ കയറി 1000 രൂപയ്ക്കും കള്ള് കുടിച്ചിരിക്കാം. ഈ നേരം വരെ ആ 1000 രൂപയെപ്പറ്റി അയാൾ പിന്നെ പ്രതികരിച്ചിട്ടേയില്ല. അതും ഞാൻ വകവയ്ക്കാറില്ല, കാരണം നമ്മളിതുപോലെ എത്രയോ പേരെ പോറ്റിയിരിക്കുന്നു. രസം അവിടെയല്ല, കാശ് കൊടുത്ത് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ഞാനൊരു സിനിമാക്കാരൻ്റെ മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കടം വാങ്ങിയ നന്ദി കെട്ടവനും 2015 ജൂറികളിൽ ചിലരും മൃതദേഹം അകത്തേറി കണ്ടിട്ട് അഞ്ജലി അർപ്പിച്ചിട്ട് പുറത്തേക്ക് വരികയാണ്, അകത്തു നിന്ന് ഇറങ്ങി വരികയാണ്. എന്നെ കണ്ടപ്പോൾ പൂരത്തിന് കണ്ട പരിചയം പോലും ഇയാൾ കാണിക്കുന്നില്ല. ഉടുപ്പിലെ വലിയ പോക്കറ്റിൽ നിന്നും ഒരു പാക്കറ്റ് സിഗരറ്റ് എടുത്ത് അതിൽ നിന്ന് ഒരെണ്ണം ചുണ്ടിൽ വെച്ച് കത്തിച്ച് ബുദ്ധിജീവികൾ നിൽക്കുമ്പോൾ നിന്നങ്ങനെ വലിക്കുകയാണ്. എന്നെ പരിചയമേ ഇല്ല പുള്ളിക്ക്. പൂരത്തിന് കണ്ട ഭാവം പോലും അയാൾ കാണിക്കുന്നില്ല, ഈ ബോറൻ കാണിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച്, ഇയാൾ എന്തിനാണ് ഇവിടെ വന്നേ? സിനിമ അവാർഡ് നിർണയ ജൂറി എന്നാൽ സർവജ്ഞപീഠം കയറിയ ശങ്കരാചാര്യരെക്കാൾ മേളിലാണെന്ന ജാടയിൽ നിൽക്കുകയാണ് ഇയാൾ. അത് ശരിയല്ലല്ലോ എന്നെനിക്ക് തോന്നി. ഞാൻ ഹലോ എന്ന് വിളിച്ചു. ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഒരാഴ്ചയായി ഞാനിവിടെ ഉണ്ട്. ഭയങ്കര മസിലൊടിച്ച് പറയുക, ഞാൻ സംസ്ഥാന അവാർഡിൻ്റെ ജൂറി മെമ്പറാണ്. അല്ല എന്തായാ എന്നെ ഒന്ന് വിളിക്കാത്തത്? ജൂറികൾ സ്ക്രീനിങ് കഴിയുന്നവരെ ആരുമായും ബന്ധം പാടില്ല. ഭാഗ്യത്തിന് അപ്പോൾ അയാൾക്കൊരു ഫോൺ വന്നു. അയാൾ ആ ഫോൺ എടുത്ത് എൻ്റെ അടുത്ത് നിന്ന് തന്നെ വച്ച് കാച്ചയാണ്. അവാർഡ് നിർണയത്തെപ്പറ്റിയൊക്കെ പറയുകയാണ്. ഇന്നലെ മറ്റേ പടങ്ങളായിരുന്നു കണ്ടത്, അതിൽ മറ്റേ പടം നല്ല പടം, അതിൽ മറ്റേ നടൻ നന്നായിട്ട് അഭിനയിച്ചു എന്നൊക്കെ ഇയാൾ പറയുന്നത്. പിരിവാണ് കേട്ടോ, പൈസ ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. വച്ച് കാച്ചയാണ്. അവാർഡ് നിർണയത്തെപ്പറ്റി പരസ്യമായി നിന്ന് പറയുകയാണ്. അയാൾക്കാണ് എന്നെ വിളിക്കാൻ പറ്റാത്തത്, മനസ്സിലായില്ലേ? അയാളെ വിളിക്കുന്നവരോട് അയാൾക്ക് പറയാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ജൂറി ആയാൽ കടം തന്നവരെ വിളിക്കാൻ പാടില്ല എന്ന് സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ടെന്ന് തോന്നിയെന്ന് എനിക്കപ്പോൾ തോന്നി. അയാൾ സംസാരിച്ച് എൻ്റെ ഇന്ന് പിടിവിടാനായിട്ട് പുറത്തേക്ക് നടന്ന് ഒരു കാറിൽ കയറിയിരുന്നു. ആ 1000 രൂപ സ്വാഹയായി എന്ന് ഞാൻ പറയണ്ടല്ലോ, കാരണം ഈ നേരം വരെ പിന്നെ അയാൾ എന്നെ വിളിച്ചിട്ടേ ഇല്ല. എറണാകുളത്ത് ഇയാൾക്കൊക്കെ ഒരു തടിയൻ ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു. അയാളുടെ നോമിനിയായാണ് ഇയാൾ ജൂറി ആയത്. അതിനുശേഷം ഈ കടം വാങ്ങിയ ബോറനെ പല സ്ഥലത്ത് ഞാൻ കണ്ടു. ഞാൻ പരിചയം പോലും അങ്ങോട്ട് കാണിച്ചില്ല. അയാൾ വെള്ളമടിച്ച് കയറിയിരിക്കുന്ന ആ വലിയ ഉണ്ടക്കണ്ണ് വെച്ച് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് യാതൊരു പരിചയമില്ലാത്തല്ല ഞാൻ നടന്നു പോകും. അയാൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് ആശ്വാസമായി കാണും, കാരണം 1000 രൂപ ഞാൻ ചോദിക്കാതെ നടന്നു പോവുകയല്ലേ. ഇങ്ങനെയുള്ള ജൂറി കഥകൾ ഒരു 100 എണ്ണം വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും.
നമ്മുടെ വിവാദ നായകൻ ഇപ്പോൾ ഏറിലിരിക്കുന്ന ഒരു നടനുണ്ടല്ലോ സാമി, ഒരു ബുജ്ജിപ്പടത്തിൽ അഭിനയിച്ചു. ചെണ്ടയും തൂക്കി വെള്ളവും അടിച്ച് നടന്ന പടത്തിലെ നായകൻ. സംവിധായകൻ ആദ്യ സിനിമ കൊണ്ട് തന്നെ ലോക പ്രശസ്തനായ ആളായിരുന്നല്ലോ. ഈ വർഷത്തെ മികച്ച നടൻ ഞാൻ തന്നെ, കാരണം ഈ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിച്ചാൽ മികച്ച നടനാവാൻ പറ്റുമെന്ന് വാശിയിൽ ഞാൻ തന്നെ എന്നങ്ങ് ഉറപ്പിച്ചു. സ്വയമാണ്, അല്ലാതെ സംവിധായകൻ പറഞ്ഞിട്ടല്ല. നമ്മുടെ അടുത്ത കാലത്ത് മരിച്ചുപോയ സംവിധായക പ്രതിഭ ഭാരതി രാജയായിരുന്നു ആ വർഷത്തെ ജൂറി ചെയർമാൻ. നന്നായി തമിഴനായി തമിഴ്നാട്ടിൽ പ്രതിയായ കാരണം ഭാരതി രാജയെ ഈ സാമി പിടിച്ചു. ഒരു ഗംഭീര ശുപാർശ ഒരാളെ കൊണ്ട് നടത്തി. സ്വാമിയെ വെച്ച് 2 സിനിമ എടുത്ത സംവിധായകൻ ജൂറിയിലുണ്ട്. ഞാൻ ഏറ്റുവന്ന് ആ സംവിധായകനിൽ നിന്ന് ഉറപ്പ് കിട്ടി. സുകുമാരി ചേച്ചിയുടെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ മകനാണ് പ്രശസ്തനായ എഡിറ്റർ ലെനിൻ. കക്ഷി തമിഴനായതിനാൽ സംഗതി എളുപ്പമായി. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ബാക്കിയുള്ളവരെയെല്ലാം പറയാവുന്നവരെയൊക്കെ കൊണ്ടും പെണ്ടാട്ടിയെ കൊണ്ടും ഒക്കെ വിളിച്ച് ശുപാർശ ചെയ്യിച്ചു. എല്ലാ ജൂറി മെമ്പർമാരെയും വിളിപ്പിച്ചു. ഇതിലൊരു ക്യാമറമാനുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ക്യാമറമാൻ. അപ്പോൾ ഈ സാമിയുടെ ചില സിനിമകളിലെല്ലാം ക്യാമറമാൻ ഇദ്ദേഹമായിരുന്നു. അപ്പോൾ സാമിയുടെ സിനിമകളിൽ വർക്ക് ചെയ്ത ആളെന്നുള്ള എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. സാധുവായ മനുഷ്യനുമാണ്. ആരോടും ഒന്നും പറയാതിരിക്കാൻ സദാസമയവും വായ നിറച്ച് വെറ്റിലപ്പാക്കിട്ട് നടക്കുന്ന ആളാണ് ഈ ക്യാമറമാൻ. എപ്പോഴും ബാക്കിയകത്ത് നിറച്ച് വെറ്റിലിട്ടേക്കും. അപ്പോൾ ആരുടെയും ഒന്നും സംസാരിക്കുന്നില്ല, ഇങ്ങനെ ആക്കിയാൽ മതിയല്ല. കക്ഷിയെ ഈ അവാർഡ് വാങ്ങാനുള്ള സംഭവം കോർഡിനേറ്റ് ചെയ്യാനായി സാമി ഏൽപ്പിച്ചു. ഓരോ നിമിഷവും ഓരോ ചലനത്തിലും ജൂറിയിൽ തൻ്റെ അഭിനയ മികവിനെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കണം. സിനിമയ്ക്കുള്ള അവാർഡ് സംവിധായകൻ നോക്കിക്കോളൂ. എനിക്ക് സംവിധായകൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട, അതൊക്കെ സംവിധായം എടുക്കാനാണ്, അങ്ങനെ നോക്കിക്കോളൂ. പക്ഷേ എന്നെപ്പറ്റി സദാ നേരവും എന്താ പ്രകടനം, മലയാള സിനിമ കണ്ട ഇതുപോലെ പ്രകടനമുള്ള വേറൊരു നടനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം മറ്റംഗങ്ങളോട് എന്ന് സാമി ക്യാമറമാനെ ശട്ട കെട്ടി. എന്തിനധികം പറയുന്നു, അവാർഡ് നിർണയ പ്രഖ്യാപനം വരുന്നതിന് 2 നാൾ മുമ്പ് തന്നെ സ്വാമി ചെന്നൈയിൽ നിന്നും തലസ്ഥാനത്തെത്തി ഹോട്ടലിൽ റൂം എടുത്ത് പൊറുതി തുടങ്ങി. ഓരോ കരുനീക്കങ്ങളും ജാഗ്രതയോടെ നടത്തി. പ്രഖ്യാപനം വരുന്നതും ചാനലുകൾക്ക് ബൈറ്റ് കൊടുക്കാൻ എല്ലാവരും വിളിച്ച് ഞാൻ താമസിക്കുന്ന ഇന്ന ഹോട്ടലിലാണ് എന്നൊക്കെ അറിയിച്ചു. അടിച്ച് പൊളിക്കാനായിട്ട് മദ്യം കേസ് കണക്കിന് റൂമിൽ വാങ്ങി വച്ചു. സ്ക്രീനിങ് തീർന്ന് ചർച്ചകൾക്കായി ജൂറി ചുറ്റിനും കൂടിയിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പാവം ക്യാമറമാൻ, അദ്ദേഹം ഒരു ശുദ്ധ മനസ്സുള്ള ആളായതുകൊണ്ട് അദ്ദേഹം ചർച്ചയ്ക്ക് തുടക്കമിട്ടു. നമ്മുടെ സ്വാമി തലസ്ഥാനത്തെ ഒരു ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുകയാണ്. ചെണ്ടയടിക്ക് മികച്ച നടൻ്റെ പുരസ്കാരം കിട്ടിയേ പറ്റൂ എന്നാണ് അദ്ദേഹം എന്നോട് പറയുന്നത്. അറച്ചറച്ച് ക്യാമറമാൻ പറഞ്ഞു. ഇത് കേട്ടതും ചെയർമാൻ ഭാരതി രാജ ചൂടായി. ഫഹദ് ഫാസിൽ എന്നാ നടിപ്പ്, அந்த டைரக்டர் லால் சூப்பர் பர்ஃபார்மன்ஸ், இங்கே வந்த 85 சினிமகளில் நிறைய பெர்ஃபார்ம் செய்த 10 ஆர்டிஸ்டுகள் இருக்கு. இந்த நடன் மோனோ ஆக்ட் பண்ணி வச்சிருக்கு. ஒராள் இவனுக்கு வேண்டி എന്നോട് ശുപാർശ பண்ணியிருக்கு. അത് കേൾക്കേണ്ട താമസം എന്നോടും ചൊല്ലിയിരിക്കുന്നു എഡിറ്റർ ലെനിൻ. എന്നോടും പറഞ്ഞു എന്ന് ബാക്കി ജൂറി മെമ്പേഴ്സ് കോറസായിട്ട് പറഞ്ഞു. എല്ലാ ജൂറി മെമ്പർമാരെയും വിളിച്ച് ശുപാർശ ചെയ്തിരിക്കുകയാണ്. അവരെല്ലാം കൂടെ കോറസോട് പറഞ്ഞു. എന്നോടും പറഞ്ഞു മികച്ച നടൻ്റെ അവാർഡ് അയക്ക് കൊടുക്കണമെന്ന് എന്നോടും പറഞ്ഞു. ഇത് കേട്ട ഭാരതി രാജയ്ക്ക് ദേഷ്യം സഹിക്കാനായില്ല. ഇവനെ ബ്ലാക്ക് ലിസ്റ്റിൽ പോടണം എന്നായി അദ്ദേഹം. മേലിൽ ഒരു സിനിമയിലും ഇയാൾ അഭിനയിക്കുന്ന ഒരു സിനിമയും മത്സരിക്കാതിരിക്കാൻ ബ്ലാക്ക് ലിസ്റ്റിൽ ഇടണം എന്നാണ് ഭാരതിരാജ പറയുന്നത്. അത് വേണ്ട എന്ന് പറഞ്ഞ്
ഭാരതരാജയെ തണുപ്പിച്ചു മറ്റംഗങ്ങൾ. ഫഹദ് ഫാസിലും ലാലും ആ വർഷത്തെ അവാർഡുകൾ പങ്കിട്ടു മികച്ച നടൻ്റെ. അശോക് കുമാർ എന്ന CR നമ്പർ 89 എന്ന് പറഞ്ഞ ചിത്രത്തിലെ മനോഹരമായ പ്രകടനം കാഴ്ചവെച്ച അശോക് കുമാർ മികച്ച രണ്ടാമത്തെ നടനായി ആ വർഷം. ആൻ അഗസ്റ്റിൻ മികച്ച നടിയും രണ്ടാമത്തെ നടി ലെനയുമായിരുന്നു. അവാർഡ് പ്രഖ്യാപനം TV-യിൽ ലൈവായി കണ്ട സ്വാമി വാങ്ങിവെച്ചിരുന്ന കുപ്പികൾ പൊട്ടിച്ച് ലൈവായി അടിച്ച് ഫിറ്റായപ്പോൾ പാവം ആ ക്യാമറാമാനെ വിളിച്ച് മരിച്ചുപോയ അച്ഛനെയും അമ്മയും ഒക്കെ തെറിയോട് തെറി വിളിച്ച് ആശ്വസിച്ചു. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ദിനേശേ എന്നാണ് ഞാൻ ഇക്കാര്യം ചോദിച്ചപ്പോൾ പാവം ആ ക്യാമറാമാൻ എന്നോട് പറഞ്ഞ മറുപടി, ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ദിനേശേ. മരിച്ചുപോയി ആ ക്യാമറാമാൻ. ജൂറിയിലുള്ള സകലമാന പേരെയും വിളിച്ച് എനിക്ക് തരണേ അണ്ണാച്ചിന്ന് കെഞ്ചുക, കിട്ടാതിരിക്കുമ്പോൾ തെറി വിളിക്കുക. 1989 മമ്മൂട്ടി ആദ്യമായി മികച്ച നടൻ്റെ ദേശീയ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ മതിലുകളിലൂടെയും ഹരിഹര സാറിൻ്റെ വടക്കം വീരഗാഥയിലൂടെയാണ് ആദ്യമായി നാഷണൽ അവാർഡ് വാങ്ങുന്നത്. 4 വർഷം കഴിഞ്ഞ് 1993 രണ്ടാമതും മികച്ച നടൻ്റെ അവാർഡ്, ദേശീയ അവാർഡ് മമ്മൂട്ടി നേടി. TV ചന്ദ്രൻ്റെ പൊന്തമ്മാടയും അടൂരിൻ്റെ വിധേയൻ 2 സിനിമകളുടെ പെർഫോമൻസിനായിരുന്നു രണ്ടാമത്തെ അവാർഡ്. വീണ്ടും 5 വർഷം കഴിഞ്ഞ് 1998 ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന ഇംഗ്ലീഷ് സിനിമയിലൂടെ മൂന്നാമതും മമ്മൂട്ടി ദേശീയ അവാർഡ് നേടി. നല്ല നടൻ്റെ ദേശീയ പുരസ്കാരം അങ്ങനെ 3 പ്രാവശ്യം അദ്ദേഹം നേടി. 28 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ കൊടുമൺ പോറ്റിയായും ചാത്തനായും അദ്ദേഹം 4ാമത്തെ തവണയും ദേശീയ നടനായി. ഇക്കഴിഞ്ഞ 28 വർഷവും അദ്ദേഹം ചെയ്ത വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ താനിപ്പോഴും നല്ല പത്തര മാറ്റുള്ള നടൻ തന്നെയാണെന്ന് ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു നമ്മുടെ മമ്മൂക്ക. 75 വയസ്സിലേക്ക് അടുക്കാൻ 2 മാസമേ അകലമുള്ളൂ എന്ന സത്യം കൂടി നമ്മൾ ഓർക്കണം അദ്ദേഹത്തിന്. മലയാള വർത്തമാനകാല സിനിമയിൽ ഈ കൊടുമൺ പോറ്റിയായും ചാത്തനായും ഇത്രയും കയ്യൊതുക്കത്തോടെ അവതരിപ്പിക്കാൻ പറ്റിയ മറ്റൊരു നടനുണ്ടോ എന്ന് ചിന്തിച്ചാൽ ഇത്രത്തോളം മികവ് ആ കഥാപാത്രത്തിന് നൽകുവാൻ പറ്റിയ മറ്റൊരു പേര് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. 2 ധ്രുവത്തിലുള്ള കഥാപാത്രങ്ങളെ ഒറ്റ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നത് പോലെ സംശീകരിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ മമ്മൂക്ക കാണിച്ച പ്രകടനം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 1.5 ആയിരുന്നു എന്നേ പറയാൻ കഴിയൂ. അഥർവമടക്കം, ഡെന്നിസ് ജോസഫിൻ്റെ അഥർവമടക്കം ഏതൊക്കെയോ സിനിമകളിൽ മമ്മൂട്ടി അതീന്ദ്രിയ ധ്യാനമുള്ള മന്ത്രതന്ത്രങ്ങൾ പഠിച്ച കഥാപാത്രങ്ങളായിട്ടുണ്ട് മുമ്പ്. കൊടുമൺ പോറ്റിയായും ചാത്തനായും അദ്ദേഹം അവതരിപ്പിച്ച ശൈലി ഒരു സൂപ്പർ സ്റ്റാറിൻ്റെയും ഇമേജ് ശ്രദ്ധിക്കാതെ അദ്ദേഹം കാണിച്ചതൊക്കെ തിയേറ്ററിലെ തണുപ്പിലും പ്രേക്ഷകന് ചൂട് പകരുന്നതായിരുന്നു. ഈ കഥാപാത്രത്തെ പറ്റി പറയാൻ ഏതോ ആർട്ടിസ്റ്റ് വരച്ചു കൊടുത്ത സ്കെച്ചുകളുമായി രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ മമ്മൂക്കയെ കാണുന്നു. ആ സ്കെച്ചുകൾ മറിച്ച് നോക്കുമ്പോഴൊക്കെ മമ്മൂട്ടിക്ക് മനസ്സിലായി കാണണം ഈ വേഷം തനിക്ക് ഒരുപാട് പെർഫോം ചെയ്യാൻ വകയുള്ളതാണ് എന്ന്. ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രീകരണം എന്നുകൂടി സംവിധായകൻ പറയുമ്പോൾ പുതുമയിലും പരീക്ഷണങ്ങളിലും എന്നും മനസ്സ് ചെന്ന് നിൽക്കുന്ന മമ്മൂക്ക കൊള്ളാലോ, നമുക്കിത് ചെയ്യാമെന്ന ഉറപ്പാണ് രാഹുലിന് നൽകിയത്. കൊടുമൺ പോറ്റിയാകാൻ മമ്മൂട്ടി സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ തിരക്കഥ സിനിമയാക്കില്ലായിരുന്നു എന്നാണ് രാഹുൽ സദാശിവൻ പറയുന്നത്. 2024 സംസ്ഥാന സിനിമ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ജൂറിയുടെ ഒരു നിരീക്ഷണമുണ്ട്. മികച്ച നടനായി നിശ്ചയിച്ച മമ്മൂട്ടിയെക്കുറിച്ചും കൊടുമൺ പോറ്റിയെപ്പറ്റിയും അതിതാണ്. കൊടുമൺ പോറ്റി, ചാത്തൻ എന്നീ 2 കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ
അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവ മികവിനാണ് അല്ലെങ്കിൽ ഭാവാഭിനയ മികവിനാണ് ഈ വർഷത്തെ അവാർഡെന്നാണ് 2024 അവാർഡുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ജൂറി പറഞ്ഞത്. ഒരേ പാറ്റേണിൽ മമ്മൂട്ടിയുടെ സ്റ്റാർഡം നിലനിർത്താൻ പാകത്തിൽ സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കിയിരുന്ന ഒരു ഡസനോളം സംവിധായകർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ ഒരു ഘട്ടം കഴിഞ്ഞ് നൈസിലെ ഒഴിവാക്കി പുതിയ ചിന്തകളും കാഴ്ചപ്പാടുകളുമായി വരുന്ന പുതിയ തലമുറയോടൊപ്പം നീങ്ങാൻ മമ്മൂട്ടി തീരുമാനിച്ചതാണ് 4ാമതും ദേശീയ അവാർഡ് നേടാനായത് എന്നത് മാത്രമല്ല 40 വർഷത്തിലധികമായി തിരശ്ശീലയിൽ കണ്ടിട്ടും പ്രേക്ഷകർക്ക് മടുക്കാത്തതിന് കാരണമായി പറയാവുന്നതും ഈ ചുവടുമാറ്റമാണ് എന്ന് പറയാം. ജോഷി സാറും ഫാസിൽ സാറും സിബി മലയിലും ഒക്കെ അങ്ങനെ തുടങ്ങി കുറേ സംവിധായകരുടെ പ്രിയപ്പെട്ട നായകനായിരുന്നു ഒരു കാലത്ത് മമ്മൂട്ടി. പുതുതലമുറ എന്നെ കൈക്കുമ്പിളിൽ വച്ചുകൊണ്ട് നടക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ചുവടുമാറ്റ ന്യായം കേട്ടപ്പോൾ അന്ന് സത്യത്തിൽ എനിക്ക് അമർഷം തോന്നി. നന്ദിയില്ലാത്ത വർത്തമാനമല്ലേ ഈ പറയണേന്ന് തോന്നി. എന്നാൽ ഈ പുതിയ സംവിധായകരോടൊപ്പം മമ്മൂട്ടി ചേർന്നപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രായത്തെ നമ്മൾ ഓർത്തില്ല, ഓർക്കാൻ അദ്ദേഹം ഇടം നൽകിയില്ല എന്ന് പറയാം. ഉണ്ട പോലെ, പുഴു പോലെ, നൻപകൽ നേരത്ത് മയക്കം പോലെ, കാതൽ പോലുള്ള വ്യത്യസ്തമായ മുഖവും വിഷയവുമുള്ള സിനിമകളിൽ സഹകരിച്ച് മമ്മൂട്ടി തന്നെ സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ചു എന്ന് പറയാം. 400ഓളം ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകളിലെ സിനിമകൾ മത്സരിക്കുമ്പോൾ അതിൽ നിന്നും കൊടുമൺ പോറ്റി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഥാപാത്രം മികച്ച നടനാകണമെങ്കിൽ ചില്ലറ കളിയല്ല അദ്ദേഹം സ്ക്രീനിൽ കാട്ടിയതെന്ന് നമുക്ക് പറയേണ്ടി വരും. പേരൻപ്, നൻപകൽ നേരത്ത്, മയക്കം എന്നിവയിലൂടെ മികച്ച ദേശീയ നടൻ്റെ പുരസ്കാര ലബ്ധിക്ക് തൊട്ടരികിൽ അദ്ദേഹം എത്തിയതായിരുന്നു എന്ന വാർത്ത അക്കാലത്ത് പുറത്തു വന്നിരുന്നു. എന്നാൽ കൊടുമൺ പോറ്റിക്കായുള്ള ഈ നടൻ്റെ സമർപ്പണം ജൂറിക്ക് തള്ളിക്കളയാൻ ആവുമായിരുന്നില്ല. പടം കണ്ട് മാർക്കിടാനായി ഹോട്ടൽ റൂമിൽ കിടക്കുമ്പോൾ ഉറപ്പായും പോറ്റിയോ ചാത്തനോ വന്ന് എനിക്കല്ലേ സാറേ ഇത്തവണത്തെ അവാർഡെന്ന് ചോദിച്ച് ആ പേടിപ്പെടുത്തുന്ന ചിരിച്ചിട്ടുണ്ടാവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജൂറിമാരെ ശരിക്കും പേടിപ്പിച്ചിരിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കാൻ ചെന്ന് നിന്നിട്ട് ഒരു ആ വെകിളി പിടിച്ച ചിരി ചിരിച്ചിട്ട് എനിക്കല്ലേ സാറേ ഇത്തവണത്തെ അവാർഡ് എന്ന് ചോദിച്ചിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മമ്മൂക്കാ, നിങ്ങളിപ്പോൾ വയോധികനാകാനുള്ള പ്രായമെത്തിയ അടൂർ ഗോപാലകൃഷ്ണ സാറിനെ കൊണ്ട് പദയാത്ര എന്ന ചിത്രം സ്വന്തമായി കാശ് മുടക്കി ചെയ്യിച്ച് അതിലെ നായകനായ ഡോക്ടറുടെ വേഷം അഭിനയിച്ച് കഴിഞ്ഞല്ലോ. 85ഉം 75ഉമാണ് സംവിധായകൻ്റെയും നായകൻ്റെയും പ്രായം. അണ്ടർലൈനിട്ട് ഓർക്കണം, 85 വയസ്സായ അടൂർ സാറാണ് പദയാത്ര സംവിധാനം ചെയ്യുന്നത്. 25,000 രൂപയിൽ കുറഞ്ഞ ഒരു അഭിനേതാക്കൾക്കും താങ്കൾ പ്രതിഫലം നൽകിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു ഡയലോഗ് പറയാൻ, ഒരു സീനിൽ അഭിനയിക്കാൻ വന്നവർക്കൊക്കെ നമുക്ക് 25,000 രൂപ വെച്ച് കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അടൂർ സാറിന് ഞാൻ എന്താ തരേണ്ടത് എന്ന് മമ്മൂട്ടി തിരക്കിയപ്പോൾ അനന്തരത്തിൽ അഭിനയിക്കാനായി വന്ന മമ്മൂട്ടി എന്നോട് പ്രതിഫലം പറഞ്ഞിട്ടേയില്ല. അതുകൊണ്ട് തന്നെ പദയാത്ര ചെയ്യാനായി ഞാനും എനിക്കിത്ര വേണമെന്ന് പറയില്ല എന്നായിരുന്നു അടൂർ സാറിൻ്റെ മറുപടി എന്നും ഞാൻ അറിയുന്നു. നല്ല സിനിമകളോടുള്ള നിങ്ങൾ രണ്ടുപേരുടെയും കമ്മിറ്റ്മെൻറ്റാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് 75ാം വയസ്സിലും ഇന്ത്യയിലെ മികച്ച നടൻ്റെ പുരസ്കാരം താങ്കളെ തേടി വരുന്നതിൻ്റെ രഹസ്യവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട മമ്മൂക്ക, ഇപ്പോൾ എന്താ പറയുക, താങ്കൾ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഒരു പടത്തിലെ വേഷവും മോശമാകാറില്ല. മമ്മൂട്ടി മോശമായി എന്നാരും പറയാറില്ല. പക്ഷേ ഭ്രമയുഗം പോലെ, അടൂർ സാറിൻ്റെ പദയാത്ര പോലെ, ഉണ്ട പോലെ, കാതൽ പോലെ, നന്മകൾ നേരത്ത് മയക്കം പോലെ, പുഴു പോലെ വ്യത്യസ്തമായ എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും താങ്കൾ മലയാളിക്ക് ചെയ്തു തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സെപ്റ്റംബർ 7-ാം തീയതിയുള്ള ബർത്ത്ഡേക്ക് ഇപ്പോഴേ അഡ്വാൻസായിട്ട്
ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.